ഹലോ ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നെജയാണ്. അപ്പൊ ഞാൻ നെജ ഈ ഒരു ഇന്റർവ്യൂ പെട്ടെന്ന് നിന്റെ അടുത്ത് ചോദിച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്മറിന്റെ ആപ്ലിക്കേഷൻസ് നാളെ ക്ലോസ് ചെയ്യാണ്, നാളെ EOD ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ സ്റ്റുഡൻസിന് കുറെ പേർക്ക്, ഞാൻ വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഈ പറയുന്ന IIMSഉം ബാക്കിയുള്ള ടാപ്മി, ഗ്രേറ്റ് ലേക്സ് അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുറെ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളത്, എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അറിയാത്തവർക്ക് വേണ്ടി നിക്മർ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് റിസർച്ച്. നിക്മർ നിക്മർ എവിടെയായിരുന്നു? നിക്മർ അഹമ്മദാബാദ് ആണോ? പൂനെ പൂനെ പൂനെ. സോറി, നിക്മർ പൂനെ. സോ ഈ ഇതിനെക്കുറിച്ച് ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു UG ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് എടുക്കുന്ന കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു സെലക്ട് ചെയ്യുന്ന ഒരു കോളേജാണ്. സോ നമുക്ക് നജയുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. എനിക്കും ആബ്സല്യൂട്ട്ലി വലിയൊരു ഐഡിയ ഒന്നും ഇല്ല, കാരണം യൂഷ്വലി ഞാൻ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാറുള്ളത്. ഒരുപാട് സ്പെഷ്യലൈസ്ഡ് MBSനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞിട്ടില്ല. സോ നജ ഒന്ന് നജ നജ 2021 കയറി 123. 2021 കയറി 2023 MBA കഴിഞ്ഞതാണ്. ആൻഡ് നൗ വർക്കിംഗ് ഇൻ അഹമ്മദാബാദ്. കമ്പനി ഏതായിരുന്നു? ഞാൻ അദാനി കണക്സ്. അദാനി കണക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നജ ഒരു എക്സ്പീരിയൻസ് പറയും. നജയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, എന്തുകൊണ്ട് നിക്മർ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നിക്മറിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Oh, definitely. Thank you for inviting me for this program. And നിക്മാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് റിസർച്ച്. ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ പലർക്കും വരുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT അല്ലെ IIT. ഇത് ശരിക്കും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. കാരണം ഗവൺമെന്റ് റൺ ചെയ്യണ, ഒരു ഗവൺമെന്റ് ആയിട്ട് ഒരു ബന്ധമില്ലാതെ പാരലായിട്ട് ഒരു NGO റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് നിക്മാർ. ഞാൻ 35th ബാച്ചിന്റെ ഭാഗമായിരുന്നു. ആൻഡ് നിക്മാറിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ നിക്മാറിന് ഇങ്ങനെ ഒരു റെലവൻസ് വരാനും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കേൾക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, കൺസ്ട്രക്ഷൻ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ് നിക്മാർ. അപ്പം LNT ആയാലും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷന്റെ CEO ആയിരുന്നു, ഇപ്പോഴും ആണ് ഗുലാബ് ചന്ദ്. അയാളാണ് ചെയർമാൻ ആയിട്ട് ട്രസ്റ്റ് ഹെഡ് ചെയ്യണത്. അപ്പം കൺസ്ട്രക്ഷൻ കമ്പനീസ് അവർക്ക് ആവശ്യമുള്ള സ്കിൽ സെറ്റും റിക്വയർമെന്റും അതിൽ ട്രെയിൻ ചെയ്ത്, അതിൽ ഗവൺമെന്റ് ഇനീഷ്യലി സപ്പോർട്ട് കൊടുത്തിരുന്നു. നിക്മാർ ഉണ്ടാക്കാൻ അവർക്ക് ലാൻഡും കാര്യമൊക്കെ കൊടുത്തത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിക്മാർ ഉണ്ടായത്. അത് റൺ ചെയ്യണ പ്രൈവറ്റ് NGO ആണ്, അത് നോൺ പ്രോഫിറ്റ് NGO ആണ് റൺ ചെയ്യണത്. അപ്പം കൺസ്ട്രക്ഷൻ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത് ട്രസ്റ്റ് ആണോ റൺ ചെയ്യുന്നത്? NGO ട്രസ്റ്റ് ആണ് റൺ ചെയ്യണത്. അപ്പം LNT, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ അവരൊക്കെ റെപ്രസെന്റേറ്റീവ്സ് ഉള്ള ട്രസ്റ്റ് ആണ് റൺ ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനീസിന് വേണ്ടിയ സ്കിൽ സെറ്റ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കോഴ്സ്. അപ്പം ഒരു പ്രോപ്പർ യൂണിവേഴ്സിറ്റി ആയി റൺ ചെയ്യുമ്പോൾ കുറെ നോംസും കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നിക്മാറിനെ വ്യത്യസ്തമാക്കിയത് എന്താ വെച്ചാല്, 100% മാനേജ്മെന്റ് സംഭവമല്ല. 50% മാനേജ്മെന്റ്, 50% ടെക് റിലേറ്റഡ്. ടെക് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ്, മെറ്റീരിയൽസ്, എക്വിപ്മെന്റ്സ്, അതിന് വേണ്ട പ്ലാനിങ്, അതിന് വേണ്ട മാർക്കറ്റിംഗ്, അതിന് വേണ്ട ഫൈനാൻസ്, അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിക്മാർ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ MBA എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ ബാച്ച് വരെ ഉണ്ടായിരുന്നില്ല. ഞാൻ 35th ബാച്ചാണ്. ഞങ്ങൾക്ക് വരെ ഫോളോ ചെയ്ത സിസ്റ്റം ട്രൈമസ്റ്റർ ആയിരുന്നു, ഒരു വർഷം 3 സെമസ്റ്റർ. പക്ഷെ ഞങ്ങൾ ജൂനിയർ ബാച്ച് തൊട്ട് സെമസ്റ്റർ ആക്കി പ്രോപ്പർ MBA UGC അങ്ങനെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അപ്രോച്ചിലേക്ക് അവർ മാറി. നീഡ് ഓഫ് ദ അവർ ആവാം. കോമ്പറ്റീഷൻ ഇവർക്ക് വരുന്ന ഇന്ത്യയിലുള്ള ഒരു കോമ്പറ്റീഷൻ റിക്സ് ആണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ വരുന്നത്. അപ്പൊ അവർ MBA കൊടുക്കണോണ്ട് ആവാം ഇവരും MBA എന്നുള്ള നിലക്ക് ബ്രാൻഡിങ്ങും കാര്യമൊക്കെ ആയത് ഇതാക്കിയത്. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് BTechൽ ഞാനൊരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ, അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു, സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പം ഒരു കേരളത്തിൽ ഞാൻ കുസാറ്റിലാണ് പഠിച്ചത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അപ്പം അവിടുത്തെ ഒരു പാക്കേജും പ്ലേസ്മെന്റ് സിവിലിൽ പൊതുവെ കുറവാണ്. അതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നോക്കിയപ്പം അൾട്ടിമേറ്റ്ലി സിവിലിൽ പോയാൽ എനിക്കൊരു മാനേജ്മെന്റ് സൈഡിലോട്ടാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ ഇന്ത്യയിൽ അവൈലബിൾ ആയ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് മാനേജ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് അങ്ങനെ വന്നപ്പോൾ നിക്മാർ ആണ് ഒരു ഓപ്ഷൻ ആയിട്ട് വന്നത്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് ബെസ്റ്റ് എന്നുള്ളതായിരിക്കും.
ആൻഡ് ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യയിലും ഫോറിനും അബ്രോഡൊക്കെ എടുത്താലും ആ കൺസ്ട്രക്ഷൻ കമ്പനീസിലെ ടോപ്പ് പൊസിഷൻസിൽ സീനിയർ മാനേജ്മെന്റ് ടീമിൽ ഒക്കെ നിക്മാറിയൻസ് ഉണ്ട്. അലൂമിനി നെറ്റ്വർക്ക് ആണ് ഇതിനെ റൺ ചെയ്യണതും സസ്റ്റെയിൻ ചെയ്യണതും. 35 വർഷം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അലൂമിനിയസ് വിൽ ബി ഇൻ ടോപ്പ് പൊസിഷൻസ്. അപ്പം എല്ലാ ഇൻഡസ്ട്രീനെ പോലെ തന്നെ അല്ലെ ഒരുവിധം മറ്റ് ഇൻഡസ്ട്രിയേക്കാൾ അധികം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് റെഫറൻസ് വഴിയാണ്. ഇപ്പം സാഹിലിന് ഒരു വീട് ഉണ്ടാക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ പരിചയമുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനോട് ആദ്യം ചോദിക്കും, കോൺട്രാക്ടേഴ്സിനോട് ആദ്യം ചോദിക്കും. ആ ഒരു സെയിം കൺസെപ്റ്റിലാണ് ഇപ്പൊ വർക്ക് പിടിക്കുന്നതായാലും ഇതായാലും ഒക്കെ സിവിൽ എഞ്ചിനീയേഴ്സ് ഈ നിക്മാർ ബന്ധം ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായി. അതാണ് മെയിൻ ഹൈലൈറ്റ്. മനസ്സിലായി. പിന്നെ ഇപ്പം കോഴ്സ് ഭയങ്കര ടഫോ ഭയങ്കര ഹെക്ടിക്കോ ഞങ്ങളെ ബാച്ച് വരെ ആയിരുന്നില്ല. ജൂനിയർ ബാച്ചിന് പ്രോപ്പർ MBA ആക്കിയപ്പോൾ കൂടുതൽ അസൈൻമെന്റ്സും കൂടുതൽ ഹെക്ടിക്കും സാറ്റർഡേസ് ക്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പൊ കോറൊക്കെ റെഫർ ചെയ്ത ഞാനൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ റിസോർട്ട് ലൈഫ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ റിസോർട്ട് ലൈഫ് എന്നല്ല, നല്ല മെമ്മറീസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഭയങ്കര ഹെക്ടിക് അല്ല, കാരണം ഈസി സംഭവങ്ങളാണ്. അപ്പം നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർ ചോദിച്ചാല് മറ്റേ സ്ട്രക്ചറൽ ഡോസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതും ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന സംഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു സംഭവം. പിന്നെ അവിടെ പോലെ ഓഫർ ചെയ്യണ കോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം അതാണ്. അത് എന്റെ ബാച്ചില് 600 ആയിരുന്നു, അറൌണ്ട് 600 സ്റ്റുഡൻസ് എന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നു. 6 ക്ലാസ് ആയിട്ട് 100ന്റെ 2 ക്ലാസ് 80. പിന്നെ ഓരോ സെക്കൻഡ് ഇയറിൽ എലക്ടീവ്സിന്റെ ബേസിസിലൊക്കെ ക്ലാസ് വൈസ് സ്ട്രെങ്ത് വേരി ചെയ്യും. പിന്നെ പ്രൊജക്ട് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പറഞ്ഞിട്ട് മെക്കാനിക്കലൊക്കെ ഫോക്കസ് ചെയ്ത് വരുന്ന ആൾക്കാർ, കൺസ്ട്രക്ഷന്റെ കുറച്ച് എലമെന്റ്സ് ഒഴിവാക്കിയിട്ട് പ്രൊജക്ട് മാനേജ്മെന്റിന് ഫീസിൽ വ്യത്യാസമുണ്ട്. അതാണ് പിന്നെ വരുന്ന കോഴ്സ്. പിന്നെ റിയൽ എസ്റ്റേറ്റ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ആ ഒരു സംഭവം. അതിൽ 40 ആയിരുന്നു ബാച്ച് സൈസ്. അതിൽ പിന്നെ തുടങ്ങിയ പ്രോഗ്രാം ആയിരിക്കും ഈ കോർ പ്രോഗ്രാം. ഈ ഏറ്റവും ലെഗസി ഉള്ള പ്രോഗ്രാം ഇപ്പൊ നജ പറഞ്ഞ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഫ്ലാഗ്ഷിപ്പ് ആണ്. മറ്റേതൊക്കെ പിന്നെ ലേറ്റർ സ്റ്റേജസിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ റിയൂം ഒക്കെ ലെസ് ദാൻ ഹാഫ്, മേ ബി ACMന്റെ ഹാഫ് പോലും കവർ ചെയ്തിട്ടുണ്ടാവില്ല, ഐ മീൻ ഇയർ വൈസ്. പിന്നെ ആർക്കിടെക്ട്സും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഞങ്ങളുടെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാനായിട്ട് മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കലും ഓപ്റ്റ് ചെയ്യാം. സേഫ്റ്റിക്കാർക്കും ഇവരാരും എടുക്കും. അപ്പൊ നിക്മറിന്റെ ഒരു ഓണസ്റ്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ വരികയാണെങ്കിൽ നിക്മറിന്റെ നല്ല ബ്രാൻഡ് വാല്യൂ ഉണ്ടായി, നല്ല മുന്നേറി. ഇപ്പൊ ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്തും നല്ല നല്ല റിവ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യണതിന് തൊട്ട് മുമ്പ് കോറ സെർച്ച് ചെയ്താൽ നമുക്ക് ആൾക്കാരോട് ചോദിച്ചാൽ എല്ലാവർക്കും പോസിറ്റീവ് റെസ്പോൺസ് അല്ല പറയാനുള്ളത്. കാരണം ഇവര് ഫീസ് നല്ലോണം കൂട്ടി. കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ച ഇപ്പൊ അറൌണ്ട് 13K ആണ് 2 years ഇതിന് വരുന്നത്. 13 lakh ആണ് ഇത് വരുന്നത്. അപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു MBA കൺസിഡർ ചെയ്യുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മേ ബി വേറെ പ്രോപ്പർ MBA പഠിച്ചാൽ ചിലപ്പോൾ ഇതിനേക്കാളും ഈ ലെവലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട MBA സ്കൂൾസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പൊതുവെ അണ്ടർ പെയ്ഡ് ആണ്. ഐ മീൻ എക്സ്പീരിയൻസിന് അവിടെ പ്രസക്തി ഉള്ളൂ. ഫ്രഷർ ആയതുകൊണ്ട് ആരും പേ ചെയ്യാൻ റെഡി ആവില്ല. പിന്നെ നിക്മാർ തന്നെ സ്ട്രാറ്റജി, ഞാനിപ്പോൾ അവിടെ പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഇത്രയും കാലം അവർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഇപ്പൊ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ആള്, ഞാൻ നിക്മാറിലോട്ട് വന്നു. എന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 5 കുട്ടികളെ ഹയർ ചെയ്യണം, ഞാൻ 12 lakh CTC തരാൻ റെഡിയാണ്. അപ്പൊ നിക്മാർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി പറഞ്ഞാൽ എന്നോട് പറയും 10 കുട്ടികൾ എടുത്തോ, 6 lakh CTC കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് പാക്കേജ് കുറച്ചിട്ട് കൂടുതൽ ആൾക്കാരെ പ്ലേസ് ആക്കുന്നതിലാണ്. കാരണം 90-95% അവരെ എയിമാണ് പ്ലേസ് ആക്കണം എന്നുള്ളത്. പിന്നെ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും അവിടെ ഒരു 1 year കോഴ്സ് ഉണ്ട്. 1 year കോഴ്സസും ഇപ്പൊ കുറെ ഉണ്ട്. കോൺട്രാക്ട്സ് ആൻഡ് ക്വാണ്ടിറ്റി സർവേ ആൻഡ് കോൺട്രാക്ട്സ്. പിന്നെ ഫാമിലി ഓൺ ബിസിനസ് IM മോഡൽസിൽ IMന്റെ ഒരു മിനി കോപ്പി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയൊരു സെറ്റപ്പ് ആണ് നിക്മാർ. പക്ഷെ പ്ലേസ്മെന്റ് ഓൾമോസ്റ്റ് ഒരു അബോവ് ആവറേജ് ഉണ്ട്. ആവറേജ് സ്റ്റുഡന്റിന് പ്ലേസ്മെന്റ് അഷ്വർഡ് ആണ്. പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ആൻഡ് കോമൺ സെൻസും ഉണ്ടെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടും. ബട്ട് ഇപ്പം ഒരു ചലഞ്ച് ആയിട്ട് ഇവിടെ വരിക കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ കൊല്ലവും എത്ര കമ്പനി വരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. എന്റെ ബാച്ചിന് ഇപ്പൊ അദാനി വന്ന് ഗ്രൂപ്പായിട്ട് ഒരു അറൌണ്ട് 50 പേരെ ഹയർ ചെയ്ത് പോയി. അടുത്ത കൊല്ലം അദാനി വന്ന് 50 പേരെ ഹയർ ചെയ്യുന്ന ഒരു ഉറപ്പില്ല. ഐ മീൻ എന്റെ ജൂനിയർ ബാച്ചിന് അത് വന്നിട്ടില്ല.
അപ്പൊ ആ ഒരു അതുണ്ട്. ഇപ്പൊ മാർക്കറ്റ് ഒരു കമ്പനി കണ്ടീഷനും അപ്പോഴത്തെ ഒരു ഈ പ്രൊജക്ട്സിലുള്ള ആൾക്കാർ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളതൊക്കെ ഇതിനകത്തൊരു ഫാക്ടർ ആവാം അല്ലെ? ഫാക്ടറാണ്. ഇപ്പം മനസ്സിലായി. എന്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നിക്മാനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ഇന്ത്യയിലെ ലീഡിംഗ് ഫേം ആയ സമയത്ത് ബാക്കി വരുന്ന കുട്ടികളൊക്കെ ഒരു ബസ് വിളിച്ച് വന്നാണ്ട് അതിൽ കയറ്റി വിടലായിരുന്നു പ്ലേസ്ഡ് ആവാത്ത. ഓക്കെ. ബട്ട് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ഇന്ന് വലിയ വർക്കും കാര്യമൊന്നും ഇല്ലാത്തൊരു കമ്പനിയായി മാറി. അപ്പൊ അവർ ഹയർ ചെയ്യേണ്ട കുറച്ചു. മനസ്സിലായി. പിന്നെ കോവിഡ് വന്ന സമയത്ത് ഞങ്ങളെ ബാച്ച് 600 സ്ട്രെങ്ത്, ഞങ്ങളെ സീനിയർ ബാച്ച് കോവിഡ് ബാച്ച് കംപ്ലീറ്റ്ലി കോവിഡിൽ പോയ ബാച്ചിന് 800 സ്ട്രെങ്ത്. ഓക്കെ. അവർ സ്റ്റാർട്ട് ഇത് ചെയ്യുമ്പോൾ കോർ കോവിഡിലാണ് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ട് ചെയ്തത്. മാത്രമാണോ അതോ അക്രോസ് പ്രോഗ്രാം ആണോ ഈ സ്ട്രെങ്ത് പറയുന്നത്? അറൗണ്ട് കോർ പ്രോഗ്രാം പ്ലസ് അറൗണ്ട് പറയാം. ഓക്കെ ഫൈൻ. അപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ മെമ്പേഴ്സ് അവരുണ്ടായിരുന്നു, അത് ഷുവറാണ്. അവരുടെ സീനിയേഴ്സ് അവർ പറഞ്ഞത് 1000 പേരുണ്ടായി. അതായത് കൊറോണ അടിക്കുന്ന സമയത്ത് പ്ലേസ്മെന്റ് തുടങ്ങിയ ടീമിന് 1000 അറൗണ്ട് 1000 പേരുണ്ടായി. ആൻഡ് നിക്മാർ ഇപ്പോൾ കുറെ ബിൽഡിംഗ് ഒക്കെ എടുത്ത് കുറെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കുറെ ഇപ്പൊ ബിടെക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താണ്. MBA എനർജി എന്നൊക്കെ പറഞ്ഞാണ്ട് ഫോക്കസ് ചെയ്താണ്ട് ഓരോ സ്പെഷ്യലൈസേഷൻ പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവർ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് 4 ക്യാമ്പസസ് ഉണ്ടായിരുന്നത്, പൂനെ, ഹൈദരാബാദ്. ഇത് രണ്ടാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ബിഗർ ക്യാമ്പസസ്. പിന്നെ ഡൽഹിയിലും ഗോവയിലും ചെറിയൊരു 100 മാക്സിമം 100 സ്റ്റുഡൻസ് വരുന്ന രീതിയിലുള്ള ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ എന്റെ സെക്കൻഡ് ഇയറിൽ അത് രണ്ടും അവർ ക്ലോസ് ചെയ്തു. ഹൈദരാബാദ് പൂനെയും മാത്രം ആക്കിയാണ്ട് ഡൽഹിയും ഗോവയും അവർ ക്ലോസ് ചെയ്താണ്ട് അവിടുത്തെ സ്റ്റുഡൻസിന് പൂനെയോ ഹൈദരാബാദോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പൊ ഫീസ് വരുന്നത് അതേ പാറ്റേണിലാണ്. ഏറ്റവും കൂടുതൽ ഫീസ് പൂനെക്കാണ്, പിന്നെ ഹൈദരാബാദ്, പിന്നെ ഡൽഹി, പിന്നെ ഗോവ. ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ ഇവര് പൂനെയിൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്ലോസ് ചെയ്താണ്ട് ടീച്ചേഴ്സിനെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തു. പിന്നെ ഡൽഹിയിലും അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടതിന് വേറെ സ്ട്രാറ്റജിക് കാര്യമുണ്ട്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ഒക്കെ കുറെ ഓഫർ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് വർക്കിംഗ് പ്രൊഫഷണൽസിന് കൊടുക്കുന്നുണ്ട്. അതിനും കൂടി ഫോക്കസ് ചെയ്താണ് ഡൽഹിയിലൊക്കെ അവർക്കുള്ളത്. അപ്പൊ സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫീസ് വല്ലാതെ കൂട്ടി. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ഞാൻ ജിയോ വേൾഡ് സെന്റർ പ്രോജക്ട്, സാംസങ്ങിന്റെ അണ്ടറിലുള്ള ഒരു പ്രോജക്റ്റിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. അപ്പം ഞങ്ങളൊരു അലൂമിനിയാണ് അവിടെ ഒരു കൺസ്ട്രക്ഷൻ മാനേജർ ആയിട്ട് വരുന്നത്. സിവിൽ മലയാളി ആയിരുന്നു അയാള്. അപ്പൊ ഞാൻ സംസാരിക്കും, അപ്പൊ ഓരോന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറഞ്ഞു അയാൾ പഠിച്ചിറങ്ങുന്ന സമയത്തുള്ള ആവറേജ് പാക്കേജ് ആണ് ഇപ്പോഴും കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഫീസാണ് ഇപ്പൊ വാങ്ങിക്കുന്നത്. മനസ്സിലായി. ഓക്കെ. സോ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ROI എന്ന് പറയുന്ന അത്ര വലിയൊരു ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ടോ? കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു നല്ല ലെഗസി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് ROI കുറവാണെങ്കിലും ലോങ് റണ്ണിൽ അത് ഓക്കെ ആയിക്കോളും എന്നുള്ളതാണ്. സോ ROI അത്ര അധികം കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? അതാണ് എന്റെ ഒരു ഫസ്റ്റ് ചോദ്യം. അതൊന്ന് ക്വിക്കായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ROI ഡെഫിനറ്റ്ലി കൺസിഡർ പ്ലേസ്മെന്റ് എത്ര ചെയ്യുന്നുണ്ടോ? വരുന്നുണ്ട് ഒരു ആവറേജ് കൈൻഡ് ഓഫ്? എന്റെ ബാച്ചിന് വന്നത് 8 കാണാം. 8 CTC, 8 lakh per annum CTC ഡെഫിനറ്റ്ലി ഉണ്ട്. സീനിയർ ബാച്ചസിന് അതിൽ കുറവായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിന് കൂടുതൽ അബ്രോഡിലേക്കൊക്കെ കുറെ കമ്പനീസ് വന്നു. എന്റെ ബാച്ചിലെ ഇപ്പൊ ഹയസ്റ്റ് പാക്കേജസ് ഞാൻ പറയാം. ഞങ്ങളുടെ ബാച്ചിന് വലിയ കട്ട് ഓഫും വെച്ചിരുന്നു. മിനിമം 6 lakh പാക്കേജ് ഓഫർ ചെയ്യണമെന്ന് കമ്പനീസിനോട് ഇവര് റെക്കമെൻഡ് ചെയ്തു. കാരണം ഞങ്ങൾ ജൂനിയർ ബാച്ച് MBA ആയതുകൊണ്ടും അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോവിഡ് സമയത്ത് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഇവരെ ആൾക്കാർ അപ്ലൈ ചെയ്യണ കുറഞ്ഞു. അപ്പൊ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റ് തരണം അവർക്കൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങളെ അബ്രോഡ് ഗൾഫിലെ ജേക്കബ്സ് പറഞ്ഞ കമ്പനി ഉണ്ട്, MNC ആണ്. അവര് 10,000 dirhams per month 4 പേര്. വെരി വെരി ഗുഡ്. യെസ്. അതിൽ അവര് എക്സ്പീരിയൻസ് ഉള്ള 2 ആർക്കിടെക്ട്സിനെയാണ് എടുത്തത്. പിന്നെ ഒരു ഫ്രഷർ എഞ്ചിനീയറിനെ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 പേരെടുത്തതിൽ 3 ആർക്കിടെക്ട്, ഒരു എഞ്ചിനീയർ, അങ്ങനെയാണ് ജേക്കബ്സ് എടുത്തത്. ദുബായിലോട്ട് ശോഭ റിയാലിറ്റി ദുബായിലോട്ട് എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഹയസ്റ്റ് പാക്കേജ് ഒന്ന് വരുന്നത് ഡെലോയിറ്റ് ആണ്. വാല്യുവേഷൻ പ്രൊഫൈലിൽ എടുക്കും. പിന്നെ പിഡിലൈറ്റ് നല്ല പാക്കേജ് ആണ് ഓഫർ ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് ആ ആസ്പെക്ടിലേക്ക്. ഹിൽട്ടി നല്ല പാക്കേജ് ആണ് ഓഫർ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി. ഇതാണ് എനിക്ക് ചോദിക്കേണ്ടിരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പ്രൊഫൈൽസിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, പിഡിലൈറ്റ് പലരും പറഞ്ഞു. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ കമ്പനീസ് അല്ലാതെ വേറെ എന്തൊക്കെ പ്രൊഫൈൽ, മാർക്കറ്റിംഗ് പ്രൊഫൈൽ, ഫിനാൻസ് പ്രൊഫൈലിലൊക്കെ പോകുന്നുണ്ടോ? എന്താണ് ആ ഒരു പ്രൊഫൈലിനെ കുറിച്ച് പറയാൻ? അപ്പം മേജർലി കൺസ്ട്രക്ഷൻ കമ്പനീസ് ആൻഡ് കൺസൾട്ടിംഗ് ഫേംസ് ആണ് ഹയർ ചെയ്യുന്നത്, ഡെലോയിറ്റ്. അപ്പൊ കൺസൾട്ടിംഗ് വാല്യുവേഷൻ എന്നൊക്കെ ഇതില്ല. ഇപ്പം ബാങ്ക്സ്, HDFC, ICICI ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ വാല്യുവേഷൻ, അതായത് ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ബാങ്കിൽ നമ്മൾ ലോൺ വെക്കുമ്പോൾ കൊളാറ്ററിന് ഒരു വാല്യൂ ഇടണമല്ലോ. അപ്പൊ അതിന് ഇവിടുന്ന് പോയ ആൾക്കാര് എലിജിബിൾ ആണ്. പിന്നെ റിസ്ക് മാനേജ്മെന്റ് ആ ഒരു ആസ്പെക്ട്സിൽ കയറുന്ന പോലെ ഉണ്ട്. MNC EYയിലൊക്കെ കയറുന്ന ആൾക്കാരുണ്ട്.
ഇപ്പം എൻ്റെ ഒരു സീനിയർ ഞാൻ അന്വേഷിച്ചപ്പം L&T ഫിനാൻസിലാണ് കയറിയത്. അതുവഴി ഇപ്പോൾ വർക്ക് ചെയ്യണത് ഗോൾഡ്മാൻ സാക്സിലാണ്. അപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് MNCയിലോട്ട്. ഇപ്പൊ എസ്പെഷ്യലി നമ്മളെ കേരളത്തിലുള്ള കുട്ടികളൊക്കെ കോളേജിൽ പഠിച്ച ആൾക്കാർക്ക് ഒരു MNC വേൾഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എസ്പെഷ്യലി സിവില് അല്ലെങ്കിൽ ഈ പറയുന്ന അലൈഡ് ബ്രാഞ്ചസ് കഴിഞ്ഞ ആൾക്കാർ. മനസ്സിലായി. പിന്നെ എന്റെ ബാച്ചിൽ ഞാൻ അങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് നോക്കി എത്ര NIT ആൾക്കാരുണ്ട്, എത്ര IIT ആൾക്കാരുണ്ട് ഒക്കെ ഞാൻ നോക്കി. പക്ഷെ NIT 3 പേരാ വന്നത്. NIT കുരുക്ഷേത്രം, പിന്നെ വേറെ 2-3 സ്ഥലത്തു നിന്നും 3 പേര് NIT ഉണ്ടായിരുന്നു. ആൻഡ് IIT ഒറ്റ ആളില്ല. കാരണം ഇവിടുന്ന് കിട്ടുന്ന പാക്കേജിനേക്കാളും ബെറ്റർ പാക്കേജസ് IITs അവർക്ക് കിട്ടും, വേറെ വേറെ കമ്പനീസും. പിന്നെ അവര് പോകുന്ന ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ US, UK അങ്ങനത്തെ ആൾക്കാർ NIT IIT പഠിച്ച കുട്ടികൾ ഫോക്കസ് ചെയ്യുക ഇന്ത്യയിലല്ല, കുറച്ചുകൂടി ബെറ്റർ ഇതിലാണ്. ഡെഫിനറ്റ്ലി. ഈ ബാച്ച് പ്രൊഫൈലിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. NIT IIT മാത്രമല്ല, ജെൻഡർ ഡൈവേഴ്സിറ്റി എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്? ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ളവരെ എടുക്കുള്ളൂ അവിടെ, അങ്ങനെ ഉണ്ടോ? നോൺ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട്സ് അതാണ് മേജർ. ഓക്കെ. ഇപ്പം ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യണം എനിക്ക്, ബട്ട് പ്രോപ്പർ MBA ആക്കിയ സ്ഥിതിക്ക് BBA കഴിഞ്ഞ കുട്ടികളെ എടുക്കുകയോ ഇല്ലേ, BCom കഴിഞ്ഞ കുട്ടികളെ എടുക്കുകയോ ഇല്ലേ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ കേട്ടിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. പ്രിഫേർഡ് ആയിരിക്കില്ല. ഇല്ല. പിന്നെ ഇപ്പം ചേരുന്ന ഒരാളോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഇപ്പൊ എന്നോടൊന്നും പറഞ്ഞ ഒരാളില്ല, ഞാൻ കുടുങ്ങിയിട്ടില്ല. എന്താ പറയാ, സ്ക്രീനിങ് വരും എല്ലാ പ്ലേസ്മെന്റ് കാര്യം. ഇപ്പം BTech കഴിഞ്ഞ അല്ലെങ്കിൽ BTechന് പ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. കാരണം ഇപ്പം ഒരു കമ്പനി വരുമ്പോൾ ആ കമ്പനി കോളേജിൽ പഠിക്കുന്ന എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യില്ല, ഒരിക്കലും പോസിബിൾ അല്ല. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് +2, 10th BTechനൊക്കെ മാർക്ക് വെച്ച് സ്ക്രീൻ ചെയ്യും. അപ്പൊ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫിന്റെ ഇവിടെ വരുന്ന ഒരു ആവറേജ് കട്ട് ഓഫ് 70% ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ, 70% ഉണ്ടെങ്കിൽ കംഫർട്ടബിളി ഒരുവിധം എല്ലാ കമ്പനീസിലും ഇരിക്കാം. 80% ഉണ്ടെങ്കിൽ നോ വറീസ്. ഇപ്പം ബെക്ടെൽ ഇന്ത്യ പറഞ്ഞ ടോപ്പ് കമ്പനിയാണ്, വേൾഡിലെ തന്നെ ടോപ്പ് കമ്പനി. അവര് വന്നപ്പം അവര് പറയാതെ വെക്കുന്ന ഒരു കട്ട് ഓഫ് ആണ് 80%. അവര് പറയുന്നത് 70. അപ്പൊ ഒരു 70 അവര് പറയാ, ബട്ട് 80% ഉള്ള അബവ് ഉള്ള കുട്ടികൾ മാത്രമേ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എക്സ്പീരിയൻസിന്റെ ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്യണ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. 2, 3, 4, 5, 6 കൊല്ലം വർക്ക് ചെയ്തവര് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. വലിയ വ്യത്യാസം ഉണ്ടോ അവിടെ കിട്ടുന്ന പ്ലേസ്മെന്റ്സിൽ? ഫ്രഷേഴ്സിന് കൂടുതൽ ഡിസഡ്വാൻറ്റേജോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഫ്രഷേഴ്സിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഒരിക്കലും ഇല്ല. Not all the companies. Some companies give extra for experienced people. ഇപ്പൊ ഡെലോയിറ്റ് വന്നപ്പം അവര് പെർ ഇയർ എക്സ്പീരിയൻസ്, അത് 3 year എക്സ്പീരിയൻസ് ക്യാപ്പ് വെച്ചിട്ട് 1 year എക്സ്പീരിയൻസിന് 1 lakh plus എക്സ്ട്രാ CTC കൊടുത്തു. അവർ ബേസ് വെച്ചത് 12.5 ആണ്. പിന്നെ ഓരോ ഇയർ ഓഫ് എക്സ്പീരിയൻസിന് അവർ 1 lakh തരാന്ന് പറഞ്ഞു കൊടുത്തു. അത് കൊടുക്കാത്ത കമ്പനി MNCs തന്നെ കൊടുക്കാത്ത കമ്പനീസും ഉണ്ട്. അപ്പം എന്റെ കമ്പനി വന്നപ്പം കൊടുത്തിട്ടില്ല. പിന്നെ L&T ഇപ്പം ജൂനിയേഴ്സിന്, ഞങ്ങൾ ജൂനിയർ ബാച്ചിന് വന്ന് 118 സ്റ്റുഡൻസിനെ എടുത്ത്. L&T ഗ്രൂപ്പ് വന്നത് 118 സ്റ്റുഡൻസിന് എടുത്ു. അപ്പം നമുക്ക് പരിചയമുള്ള കുറെ ജൂനിയേഴ്സ് കിട്ടി, കുറെ ആൾക്കാർ ഹാപ്പിയാണ്. കാരണം കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ L&Tനേക്കാളും നല്ലൊരു ഫേം കോൺട്രാക്ടിങ് സൈഡിൽ ഇല്ല. L&Tനെ വേറൊരു ഇപ്പൊ NITയിൽ പോലും ഇത്ര കുട്ടികളെ എടുക്കണം എന്നൊരു നിർബന്ധമല്ല. ഞാൻ മാസ്റ്റർ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇപ്പൊ NITയിൽ വന്ന് കമ്പനീസ് എടുക്കുന്നുണ്ട്, പക്ഷെ ഇത്ര കുട്ടികളെ എടുക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ മാർക്കറ്റിംഗ്, ബിസിനസ്, BD, സെയിൽസ്, ടെൻഡറിംഗ്, ബിഡിംഗ്, കോൺട്രാക്ട്സ്, ഇതൊക്കെയാണ് പ്രൊഫൈൽസ് പിന്നെ വരുന്നത്. അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോണവരും ഉണ്ട്. അപ്പൊ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവും, കാരണം ഏതിലേക്ക് പോകണം, ഇത് ചെയ്യണോ അത് ചെയ്യണോ. ഇപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാതെ BTech കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് കുറെ ലേണിങ്സ് ഉണ്ട്, കുറെ കണ്ടന്റ് ആയാലും ഇതായാലും. നമ്മൾ ഓടിച്ചു പോയി BTechന് ഇമ്പോർട്ടൻസ് അല്ലാത്ത കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ പ്ലാനിങ്ങിലോട്ട് പോകണോ, സൈറ്റ് എക്സിക്യൂഷനിലോട്ട് പോകണോ, പ്രോജക്ട് മാനേജ്മെന്റ് വേറെ ഉണ്ട്, പ്രോജക്ട് കൺട്രോൾസ് ഉണ്ട് വലിയ വലിയ കമ്പനീസിൽ, കോൺട്രാക്ട്സ് ഉണ്ട്. അങ്ങനെ പല പല ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ പല കുട്ടികൾക്കും ഉണ്ടാവും ഏതിലോട്ട് പോകണം. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ പല പല ഇന്റേൺഷിപ്പിന്റെ സമയത്ത് കുറെ ക്ലാരിറ്റി വരും. വാല്യുവേഷൻ ഇപ്പം പിഡിലൈറ്റിലൊക്കെ മേജർ ആയിട്ട് ഹയർ ചെയ്യുന്ന റീസൺ ഞാൻ കണ്ടത്, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പിഡിലൈറ്റിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു, PPO കിട്ടുന്ന പരിപാടി ഉണ്ട്. അപ്പം ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ വേറൊരു മലയാളി പിഡിലൈറ്റിൽ തന്നെ IIM വന്നത്.
എന്റെ ഫ്രണ്ടിന് പിള്ളേറ്റിന് ഇന്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ സ്റ്റൈപ്പൻഡ് ഉണ്ട്. പക്ഷെ IIM എന്ന് വന്ന ആൾക്ക് അതിന്റെ 4 ഇരട്ടി സ്റ്റൈപ്പൻഡ് ഉണ്ട്. മനസ്സിലായി. ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു ബ്രാൻഡിലോട്ട് കയറാൻ പറ്റുന്നുണ്ട് അൾട്ടിമേറ്റ്ലി. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അത്ര എളുപ്പമായിട്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഡെഫിനറ്റ്ലി. അല്ല. എനിക്ക് ക്യാമ്പസിനെ കുറിച്ച് കുറച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് ക്യാമ്പസിലുള്ള ഫെസിലിറ്റീസ്, എല്ലാവർക്കും ഹോസ്റ്റൽ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓൾസോ ജെൻഡർ ഡൈവേഴ്സിറ്റി, എത്രത്തോളം പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളതും എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആർക്കിടെക്ട്സും കൂടി ഉള്ളത് കൊണ്ടാവണം. പെൺകുട്ടികൾ അത്യാവശ്യം ഉണ്ട്. ഒരു 30% അബവ് ഉണ്ട്. 50-50 എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അറൌണ്ട് 30%, 20 to 30% ഉണ്ട്. നല്ലതാണ്. ഹോസ്റ്റല് ഗേൾസിന് പൊതുവെ ഡബിൾ ഷെയറിംഗ് ആണ്. ഒരു റൂമില് 2 ഗേൾസ് ആണ് ഉണ്ടാവല്. സിംഗിൾ ഷെയറിംഗ് റൂംസ് അവൈലബിൾ ആണ്. അതിന് കുറച്ച് റെന്റ് കൂട്ടും. അത് സെക്കൻഡ് ഇയേഴ്സിന് അധികം കൊടുക്കുക പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക്. ആൻഡ് ബോയ്സിന് സിംഗിൾ റൂം, ഒരു റൂമിൽ ഒരാൾ മാത്രം, അതിലൊരു ടേബിള്, നല്ല ബെഡ്, അതൊക്കെ നല്ല വൃത്തിയും കാര്യമൊക്കെയാണ്. കമ്പാരിറ്റീവ് നല്ല സെറ്റപ്പ്. അത് ഈ 13 ലക്ഷത്തില് കൊടുക്കുന്ന ഫീസിൽ ഇൻക്ലൂഡ് അല്ലേ ആ ഹോസ്റ്റലും? അത് എനിക്ക് കറക്റ്റ് ഒന്ന് നോക്കണേ. ഓൾമോസ്റ്റ് എന്റെ ഓർമ്മ ശരിയാണ്, അതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഫീസ് സ്ട്രക്ചർ ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടാവും. കാരണം MBA കാര്യമൊക്കെ ആയപ്പോൾ ഞങ്ങളെ ജൂനിയേഴ്സിന് കുറവായിരുന്നു. കാരണം ഞങ്ങൾക്ക് GST വന്നിരുന്നു എന്റെ ബാച്ചിന്. ഒരു പെർ ഇയർ അറൌണ്ട് 1 lakh GST ഞങ്ങൾക്ക് വന്നത്. അപ്പൊ ഞങ്ങൾ ജൂനിയർ ബാച്ചിന് വന്നപ്പോ GST ഒഴിവായി കിട്ടി, ഒരു യൂണിവേഴ്സിറ്റി ആയി എന്നുള്ള കൺസിഡറേഷനിൽ. അപ്പൊ അവർക്ക് ഫീസ് കുറവായിരുന്നു ഡയറക്റ്റ് ജൂനിയേഴ്സിന്. പക്ഷെ അവരെ ജൂനിയേഴ്സിന് ഇപ്പോൾ രണ്ടാമത് ഫീസ് കൂട്ടി. അപ്പൊ ഒരു കുറച്ചിങ്ങനെ മാറ്റം വരുന്നു. പിന്നെ സ്കോളർഷിപ്പ് പ്രോഗ്രാംസിലൊക്കെ വ്യത്യാസം വരുത്തി. അപ്പൊ 10th 12th BTech ഒക്കെ 80% അബവ് 90% അബവ് ഉള്ളവർക്കൊക്കെ പെർസെന്റേജ് വെച്ച് കട്ട് ഓഫിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. ഞാൻ പഠിച്ച സമയത്ത് ഇവലെ NCAT പറഞ്ഞ എക്സാം ഉണ്ട്. അതില് ടോപ്പ് വരുന്ന 3 ആൾക്കാർക്ക് കംപ്ലീറ്റ് കോഴ്സ് ഫീ, ഹോസ്റ്റൽ ഫീ ഒക്കെ ഫ്രീ ആക്കി കൊടുക്കുന്ന സ്കീമായിരുന്നു. അപ്പൊ അത് അവര് മാറ്റിയിട്ട് കുറെ കുട്ടികൾക്ക് കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുക്കുന്ന സ്കീമിലോട്ട് മാറ്റി. ഇതായിരുന്നു എന്റെ എക്സാക്ട് ചോദ്യം. അതായത് എങ്ങനെ ഒരാൾക്ക് നിക്വാറെ കയറാം, ഏതൊക്കെ എക്സാംസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഏകദേശം എത്ര പെർസെന്റേജ്, അല്ലെങ്കിൽ എങ്ങനെ റാങ്കിൽ വന്നാൽ കയറാം. ഇവരെ തന്നെ എക്സാം ആണ് NCAT. അത് കഴിഞ്ഞിട്ട് അവരൊരു ഇന്റർവ്യൂ, എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിട്ടുള്ളൂ. എന്റെ ജൂനിയേഴ്സിന് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ അവർ തുടങ്ങി. ഇവരിങ്ങനെ സ്റ്റാൻഡേർഡ് കൂട്ടാനും ഇതൊക്കെ അതിനു വേണ്ടിയുള്ള ട്രൈയിങ് ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇവര് കുറച്ചൊരു മണി ഹംഗ്രി ആയ ടീം ആയതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരും എല്ലാവരും മണി ഹംഗ്രി ആണ് ബി സ്കൂൾസ് എല്ലാം. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയില്ല. പക്ഷെ ഒരു ബി സ്കൂളിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, IIM ഇൻഡോർ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് IIM ഇൻഡോർ ഇവരും ഭയങ്കര മണി ഹംഗ്രി ആണല്ലോ. അതെല്ലാരും പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം ഡെഫിനറ്റ്ലി ദാറ്റ് ബി ദേർ. അതൊക്കെ ബട്ട് അപ്ലൈ ചെയ്യണ എല്ലാവർക്കും കിട്ടില്ലല്ലോ. അതെ ട്രൂ. അതാണ് പറഞ്ഞത്. ഇപ്പൊ IIMs ആക്കുന്നത് അതിന്റെ ഡിഫിക്കൽട്ടി ടു ഗെറ്റ് ഇൻ ടു ആണ്. ഇത് ഇവർക്ക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എത്ര കുട്ടികൾ വന്നാലും എടുക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് മാറി. അത് പണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ നിക്മാറ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, പൂനെ ക്യാമ്പസ് ആണോ? പൂനെ ക്യാമ്പസിന് ഒരു പ്രത്യേക വില ഉണ്ട്. അത് ഒരു 5 കൊല്ലം കൂടി കിട്ടും എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞാല് പിന്നെ 1000 കുട്ടികൾ പഠിച്ചിറങ്ങുന്ന ഒരു സ്ഥലമായി മാറി. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറില് പക്ഷെ ബാധിക്കൂല, ഒരിക്കലും ബാധിക്കില്ല. കാരണം അത് മാത്രം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല 5 വർഷം മതി നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇനിഷ്യൽ ലെവറേജ് കിട്ടിയാൽ മതി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംബന്ധിച്ചിടത്തോളം. കാറ്റ് സാറ്റ് പോലുള്ള എക്സാംസ് ഒന്നും വെച്ചിട്ട് എൻട്രി ഇല്ല. ഇതിന്റെ ഒരു എക്സാം എന്റെ സമയത്തൊക്കെ ഓൺലൈൻ ആയിരുന്നു. എന്റെ സീനിയേഴ്സിനൊക്കെ ഓഫ്ലൈൻ ഉണ്ടായിരുന്നു സെന്റർ. പക്ഷെ എന്റെ സമയത്ത് തൊട്ട് ഓൺലൈൻ ആക്കി മാറ്റി ഇവര്, കൊറോണ സമയത്തായോണ്ട്. അത് ഒന്ന് ചെക്ക് ചെയ്യണം. എന്റെ സമയത്തൊക്കെ 2-3 വട്ടം ലെവൽ ഓഫ് നടത്തിയിരുന്നു വലിയ ഫസ്റ്റ് റൗണ്ട് പറഞ്ഞിട്ട്, പിന്നെ സെക്കൻഡ് റൗണ്ട് വേറെ ഓപ്പർച്യൂണിറ്റി കൊടുത്ത ആൾക്കാരെ കൂടുതൽ കിട്ടാൻ. അല്ല ഫസ്റ്റ് ഒരു സെറ്റ് ചെയ്ത ആൾക്കാർ ചെയ്തു, അത് മിസ്സായ ആൾക്കാർക്ക് അടുത്തൊരു ചാൻസ് കൂടി കൊടുക്കും, മാക്സിമം ആൾക്കാരെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഇന്ത്യ തന്നെ പഠിക്കണം, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിലോട്ട് തന്നെ പോകണം എന്നാണെങ്കിൽ ഇതിനേക്കാളും ബെസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഇല്ല ഇന്ത്യയിൽ. അത് 100% ഷുവർ ആണ്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിലായാലും കോഴ്സ് കണ്ടന്റിന്റെ കാര്യത്തിലായാലും. കാരണം ഇപ്പൊ ഞാൻ ജോലി ചെയ്ത് തുടങ്ങി, ഇപ്പം വീട്ടിൽ കഴിഞ്ഞ എക്സ്പീരിയൻസ് എനിക്ക്. പക്ഷെ എന്നാലും ഇവിടെ ഇൻഡസ്ട്രിയിൽ ഇവര് പറയുന്ന ടേംസും ടെർമിനോളജീസും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവർ എന്താ ഉദ്ദേശിക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ വീട്ടിൽ കഴിഞ്ഞ് കയറിയ ഫ്രഷ് കുട്ടികളുണ്ട്, എനിക്ക് അവരെക്കാളും എത്രയോ അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ടേബിളിൽ സീറ്റ് കിട്ടും, ഡോറ് തുറന്ന് കിട്ടും, നമുക്ക് എത്താം. മനസ്സിലായി.
ഡെഫിനറ്റ്ലി ഫാക്കൽറ്റീസ് നമ്മൾ വളരെ വളരെ വൃത്തിക്ക് തന്നെ അത് നജ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഓഫർ ചെയ്യില്ല. ഇന്ത്യയിൽ അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ കോഴ്സസും കുറച്ച് കുറവാണ്. കൂടുതലും IIMs ഒക്കെ ഓഫർ ചെയ്യുന്ന അവരുടെ കോർ പ്രോഗ്രാം ജനറൽ മാനേജ്മെന്റ് ആണ്. പിന്നെ ഉള്ളത് തന്നെ നമ്മളുടെ ബ്രോഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, IT, ഫിനാൻസ് അങ്ങനെയൊക്കെയുള്ള MBAs ഉള്ളൂ. അപ്പൊ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് കുറെ ആൾക്കാർ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ കോൾ വെച്ചത്. സോ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഒരു ആള് ഇപ്പം ഈ ഒരു നിക്മാർ കൺസിഡർ ചെയ്യണം? സോ ഇപ്പൊ ഉദാഹരണത്തിന് സിവില് ബിടെക് കഴിഞ്ഞു, പക്ഷെ സിവിലിനോട് വലിയ താല്പര്യമില്ല, വേണമെങ്കിൽ ഒരു വേറൊരു ഡൊമൈനൊക്കെ നോക്കാമെന്ന് പറയുന്ന ആൾക്കാർ അപ്ലൈ ചെയ്യണോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ജനറലി ലൈക്ക് വാട്ട് വിൽ ബി ദി ഐഡിയൽ പ്രൊഫൈൽ, ലൈക്ക് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ റെക്കമെൻഡേഷൻ, എന്താണ് ഒരു ഫൈനൽ കോൾ എന്ന് പറയുകയാണെങ്കിൽ? ഈ അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആസ് എ ഹോൾ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യണ ഇൻഡസ്ട്രിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മളെ ഗോൾ എന്താണ് അതാണ് നോക്കേണ്ടത്. ഇപ്പം എനിക്കൊരു പ്രൊജക്ട് മാനേജർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു കൺസ്ട്രക്ഷന്റെ ഹെഡ് ആവണം, എനിക്കൊരു കമ്പനിയിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഐക്കൺ ആവണം, അങ്ങനെ ഒരു ഫോക്കസ് ഉള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഓപ്റ്റ് ചെയ്യാം. നല്ല നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. നെറ്റ്വർക്കിംഗ് പറഞ്ഞാൽ ഇതിലും കൂടുതൽ അപാര നെറ്റ്വർക്കിംഗ് ഇന്ത്യയിൽ സിവിലും കൺസ്ട്രക്ഷനും വേറെ ഇല്ല. 100% ഗ്യാരണ്ടിയാണ്. അബ്രോഡും ഗൾഫിലും ഒക്കെ ഇഷ്ടം പോലെ കമ്പനീസ്. ഞങ്ങളുടെ സമയത്ത് 3-4 കമ്പനീസാണ് ഗൾഫിൽ നിന്ന് വന്നത്. സീനിയേഴ്സിന് 2 കമ്പനിയെ വന്നിട്ടുള്ളൂ. ടഫ് ടൈംസിലാണ് ആ 2 കമ്പനി വരുന്നത്. ഇപ്പം ഞാൻ ബെക്ടൽ പറഞ്ഞ കമ്പനി പറഞ്ഞു. അപ്പൊ അതിന്റെ ഇന്ത്യ ഹെഡ്, ഏഷ്യ ഹെഡ്, എന്റെ ഓർമ്മ ശരിയാണ്, പ്രോജക്ട് കൺട്രോൾസിൽ ഏഷ്യ ഹെഡ് ഒരു ഒബ്രോയ് പറഞ്ഞ ആളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അയാൾ 20 years മുമ്പ് നിക്മാറിന് പാസ് ഔട്ട് ആയ ആളാണ്. അയാൾ ഏഷ്യ ഹെഡാണ് ഗ്ലോബൽ കമ്പനിന്റെ ഒരു MNCന്റെ. അങ്ങനത്തെ പൊസിഷൻസിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അയാള് നിക്മാറിൽ വന്ന് റിക്രൂട്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അയാൾ എന്തുകൊണ്ട് നിർബന്ധിക്കുന്നു? അയാൾക്ക് എക്സ്പോഷറും ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളും അയാൾക്ക് അറിയാം. അയാള് നിർബന്ധിച്ചുകൊണ്ട് ഇവർ 1 വട്ടം വരാം, 2 വട്ടം വരാം, പക്ഷെ ആ അതിൽ ക്വാളിറ്റി കൂടുതൽ അവർ വട്ടം മെയിൻറ്റെയിൻ ഇവർ ചെയ്യുന്നോണ്ടാണ് പിന്നെയും വരുന്നത്. വരുന്നത്. അത് സിനിമയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ ചിലപ്പോ ഒരു ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ് ഒക്കെ നെപ്പോട്ടിസം വെച്ച് കിട്ടാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കിട്ടൂല. അതെ, ഡെഫിനറ്റ്ലി. പിന്നെ ഇപ്പം ഇവരും മണിഹംഗ്രിക്ക് ഞാൻ പറഞ്ഞെങ്കിൽ കൂടിയും ഇവർക്കും ബെറ്റർ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇവർക്കും അറിയാം. ഇപ്പൊ 3D പ്രിന്റർ അക്വയർ ചെയ്താണ്, ബിടെക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ക്യാമ്പസാണ്, വെറും 14 ഏക്കറേ ഉള്ളൂ. അത് നിറച്ച് ബിൽഡിംഗ് ആയി. ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയും ബിൽഡിംഗ് ആവുമോന്ന് അറിയില്ല. പക്ഷെ ഇവര് വേറൊരു ഏരിയ കുറെ സിംബയോസിന്റെ അടുത്ത് തന്നെ ഇവർക്ക് ലാൻഡ് ഉണ്ട്. ഇനി അവിടെ ഒരു UG ക്യാമ്പസ് പോലെ ഡെവലപ്പ് ചെയ്യും. അത് ഫ്യൂച്ചർ പ്ലാൻസിലുള്ളതാണ്. മനസ്സിലായി. പിന്നെ ഇപ്പോ ഒരു അനലിറ്റിക്കലായ ഒരാൾക്ക് വരാം, ഡീറ്റെയിൽഡ് ഓറിയന്റേഷൻ ഉള്ള ഒരാൾക്ക്, കോൺട്രാക്ട്സ് താല്പര്യമുള്ള ഒരാൾക്ക് വരാം, ബിസിനസ് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, സെല്ലിംഗ്, അത് B2B സെല്ലിംഗും ഉണ്ട്, B2C സെല്ലിംഗും വരാം. അപ്പം പെയിന്റ് വിൽക്കണ പരിപാടിയല്ല ശരിക്ക്. ഇപ്പം അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് വന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ ബക്കറ്റ് ആയിട്ട് പോയി പെയിന്റ് വിൽക്കണ പരിപാടി അല്ല ചെയ്യുക. അതിൽ ചെയ്യാൻ എന്താ വെച്ചാൽ ഒരു വർക്ക് പിടിക്കുകയാണ്. ശരിക്കും ഒരു കമ്പനീന്റെ അടുത്ത്, വേറെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിന്റെ ഇഷ്യൂ ഉണ്ടോ, ഇത് ഞങ്ങളെ കമ്പനി ഒന്ന് സോൾവ് ചെയ്ത് തരും. അപ്പൊ അതിന് വേണ്ടി ടെക്നിക്കൽ നോളജ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ബാക്കി കമ്പനീസ് ട്രെയിനിങ് തരും. പിന്നെ ഒരു ഏതെങ്കിലും ഒരു MBA ചെയ്താൽ മതി എന്നുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ഗോയിങ് HR, അല്ലെങ്കിൽ ഒരു ഹാഷ് പോഷ് IT ലൈഫ് പോലത്തെ അങ്ങനത്തെ ഒരു ഇതാണ് ആഗ്രഹിക്കണമെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിവില് ഓൺ ഗ്രൗണ്ട് ആണ്. അതിനോട് താല്പര്യമുള്ള, അതിനോട് ശരിക്കും ഒരു പാഷനും ഡിസയറും ഉള്ള ആൾക്കാർ ആണ് ഇത് എടുക്കേണ്ടത്, അല്ലെ? എടുക്കണ്ടേ. അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും, പ്രശ്നം. ഇപ്പൊ സൈറ്റിൽ പോയി 12 മണിക്കൂർ നിൽക്കണം. ഞാനൊരു പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ ലീഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിക്മാറിൽ വരുന്ന എല്ലാവരും കരിയർ സ്റ്റാർട്ട് ചെയ്യുക. അവര് ഈ സൈറ്റിലൊന്നും പോകാതെ ഡയറക്റ്റ് AC ജോബ് വേണം നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അത് ചിലപ്പോൾ അവരെ ലൈക്കിങ്ങിന് കിട്ടിക്കണമെന്നില്ല. എനിക്ക് ഹെഡ് ഓഫീസിൽ കിട്ടി. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എല്ലാത്തിനും പ്ലസും മൈനസും ഉണ്ടാവും. എനിക്ക് വെയിൽ കൊള്ളണ്ട, ഇത് കൊള്ളണ്ട, എനിക്ക് വേറെ ആസ്പെക്ട്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്റെ കുറെ ഫ്രണ്ട്സ് സൈറ്റിലാണ്. ഓക്കെ, എന്തായാലും നജ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നജയെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഇന്ന് രാവിലെയാണ് ഇൻഫോം ചെയ്തത് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന്. എന്തായാലും അത് ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിക്മാറിനെ കുറിച്ച് ഞാൻ കുറച്ച് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാന്നുള്ളതാണ് നിക്മാറിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ഇത്രയും ഡാറ്റയും ഇൻഫർമേഷനും ഇത്ര അധികം ഡീപ്പ് ഇൻസൈറ്റ്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ്. ആൻഡ് ഫോർ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇൻഫോർം ഡിസിഷൻ തന്നെ എടുക്കാൻ പറ്റും. നാളെയാണ് ഡെഡ് ലൈൻ. സോ ഇഫ് യു ആർ കൺസിഡറിംഗ് ദിസ്, ദെൻ ഡു
apply. Anyway, thank you so much for watching. I'll be coming up with more interesting videos in the future as well. Bye bye.